ഈ നാട്ടിൽ ഈ കാലത്ത് നടക്കുന്നതൊക്കെ ഉപമകളായിട്ട് കാണണം. വലിയ സമ്പന്നന്മാര്, വലിയ സമ്പത്ത് നേട്ടമുള്ളവര് ജീവിതത്തിൽ പെട്ടെന്നൊരു നിമിഷം മരിക്കുമ്പോൾ അല്ലെ ആത്മഹത്യ ചെയ്യുമ്പോൾ നമ്മളവരെ വിധിക്കൊന്നും വേണ്ട. പഠിച്ചോണം. എന്താ ഈ പണത്തിലൊന്നുമല്ല കാര്യം, 50,000 കാറുള്ളതിലല്ല കാര്യം, 5,000 വീടുള്ളതിലല്ല കാര്യം. മനസ്സിലായി? കിടക്കുന്നത് ചെറ്റക്കുടിലാണെങ്കിലും ചാണകം വഴിയ തറയിലാണെങ്കിലും ദൈവത്തെ അറിയാനും ദൈവത്തെ സ്തുതിക്കാനും അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് ഭാഗ്യം. ഹല്ലേലൂയ. കർത്താവിനെ അറിയുന്നതാണ് ഭാഗ്യം, ദൈവത്തെ തേടുന്നതാണ് ഭാഗ്യം. ഈ ഭൂമിയിൽ എങ്ങനെയാണ് ഈ ഭൂമി അതിൻ്റെ പൂർത്തീകരണത്തിൽ എത്തുന്നതെന്ന് കൃത്യമായിട്ട് അതിൻ്റെ നിയന്താതാവായ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും ഈ ലോകത്തെ ആശ്രയം വെച്ച് ജീവിക്കണ്ട, ഈ ലോകത്തിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യണ്ട. അത്യാവശ്യം ജീവിക്കാനും മക്കളെ പഠിപ്പിക്കാനും നിവൃത്തിയുണ്ടെങ്കിൽ പണം ഉണ്ടാക്കുന്നത് അവിടെ വെച്ച് അവസാനിപ്പിച്ചു. ഒരു പരിധിക്കപ്പുറത്ത് പണം ഉണ്ടാകുമ്പോൾ ഓർത്തോണം, ആ പണത്തിനകത്ത് തിന്മയുണ്ട്. നിങ്ങൾ കേൾക്കാൻ ചെവിയുള്ളവൻ കേട്ടോ. ഒരു പരിധിക്കപ്പുറത്ത് ധനം കൂടുമ്പോൾ ഓർത്തോണം, അതിനകത്ത് ഉറപ്പായിട്ടും തിന്മയുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ പണം കൂടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലായിക്കോണം. അതുകൊണ്ട് അത്യാവശ്യം നന്നായി ജീവിക്കാൻ ആവശ്യമുള്ള പണമായാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. കാരണം പിന്നെ പണം കൂടുന്നത് ദൈവമക്കൾക്ക് ആപത്താണ്. അതെല്ലാവർക്കും അങ്ങനെയാണ്. അത് അച്ഛനാണേലും ദൈവജനത്തിനാണേലും ഒരു പരിധിക്കപ്പുറത്ത് പണം കൂടിയാൽ അത് കെണിയാണ്. കാരണം ദൈവം ഇങ്ങനെ, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിക്കോണം, കർത്താവ്, നിങ്ങൾക്ക് പണം ഉണ്ടാവുന്നതിന് ദൈവം എതിരല്ല, സമ്പത്ത് നൽകുന്നത് ദൈവമാണ്. അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. അങ്ങനെയാണ് വചനമുള്ളത്. മനുഷ്യന് സമ്പത്ത് നൽകുന്നത് ദൈവമാണ്, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല, ദൈവമാണ്. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, പരിധിക്കപ്പുറത്ത് പണം ഉണ്ടാവാൻ അത് വിഗ്രഹമായി കഴിഞ്ഞാൽ അവിടെ മുതൽ പാപം തുടങ്ങും. അപ്പോൾ പിന്നെ നമ്മൾ തല കുനിച്ചു കൊടുക്കാൻ തുടങ്ങും, വിട്ടുവീഴ്ച ചെയ്യാൻ തുടങ്ങും, കള്ളത്തരം കാണിക്കാൻ തുടങ്ങും, അഴിമതി കാണിക്കാൻ തുടങ്ങും. സത്യസന്ധമായിട്ട് ആലോചിക്കുക, എൻ്റെ വീട്ടിൽ എനിക്ക് ഇന്നുള്ള പണത്തിൽ ഞാൻ തിന്മയ്ക്ക് കോംപ്രമൈസ് ചെയ്തിട്ട് വന്ന പണമില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കണം.